എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് വായിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ 3 കാര്യങ്ങൾ വാഴണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. ഇത് കൊലോസ്യ ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് കൊലോസ്യ സഭയോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം വാഴട്ടെ. കൊലോസ്യ ലേഖനം എഴുതിയത് AD 60-62 കാലഘട്ടങ്ങളിലാണ്. ഈ ലേഖനം എഴുതാനുള്ള കാരണം ഈ കൊലോസ്യ സഭയിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായ സമയത്ത് അവിടുത്തെ സുവിശേഷകനായിരിക്കുന്ന എപ്പഫ്രാസ് 1600 മൈൽ യാത്ര ചെയ്ത് റോമൽ ജയിലിൽ ചെന്ന അപ്പസ്തോലനായ പൗലോസിനെ കണ്ട് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു, സഭയുടെ പ്രശ്നങ്ങൾ. അങ്ങനെ ഗ്രഹിപ്പിച്ചതായ സമയത്ത് അപ്പസ്തോലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം. അതില് ഏറ്റവും പ്രധാനമായിട്ട് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് അപ്പസ്തോലനായ പൗലോസ് പറയുന്നത് 3 കാര്യങ്ങൾ കൊലോസ്യ സഭയിലെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് ഇടയായി തീരണം എന്ന് പറയുകയാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ ചിന്തയിലേക്ക് തന്നെ വരാം. കൊലോസ്യർ 3:15. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വാഴേണ്ട ഒന്നാമത്തെ കാര്യം ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുവാനായിട്ട് ഇടയായി തീരണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ചിന്തകൻ എങ്ങനെയാണ് പറഞ്ഞത്? മനുഷ്യന്റെ ഹൃദയം അവന്റെ ശരീരത്തിലെ ഒരു വർക്ക് ഷോപ്പാണ് എന്നാണ് പറഞ്ഞത്. ഹൃദയത്തിലാണ് എല്ലാ കാര്യങ്ങളും രൂപപ്പെടുന്നത്. യേശു പറഞ്ഞില്ലേ, നിങ്ങളെ അശുദ്ധമാക്കുന്നത് നിങ്ങളുടെ പുറമേ ഉള്ളതല്ല, നിങ്ങളുടെ അകത്തു നിന്ന് വരുന്നത് അത്രേ നിങ്ങളെ അശുദ്ധമാക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ചിന്ത, നിനവ്, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ, ഇവയാണ് നമ്മെ പലപ്പോഴും അശുദ്ധമാക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം വാഴുവാനായിട്ട് ഇടയായി തീരണം. എന്താ ഈ ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? എഫെസ്യ ലേഖനം 2:14 എടുത്തേ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്. അപ്പൊ ആരാണ് നമ്മുടെ സമാധാനം? അവൻ, യേശുവാണ് നമ്മുടെ സമാധാനം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ സമാധാനം ഉണ്ടാക്കി. മാത്രമല്ല, അവിടെ വായിച്ചെങ്ങനെയാ? അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. പിതാവായ ദൈവത്തോടും മനുഷ്യരോടും തമ്മിൽ സമാധാനം ഉണ്ടാക്കി. യഹൂദനും ജാതിയും തമ്മിൽ സമാധാനം ഉണ്ടാക്കി. നമുക്കും പിതാവായ ദൈവത്തിനും നടുവിലുണ്ടായിരുന്ന ആ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. യഹൂദനും ജാതിക്കും തമ്മിൽ നടുവിലുണ്ടായിരുന്ന നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. അപ്പൊ എങ്ങനെയാ സമാധാനം ഉണ്ടാക്കിയ? ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി. ഈ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാനായിട്ട് ഇടയായിത്തീർന്നു. സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ശിമ്യോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാം. ഈ ശിമ്യോൻ എന്ന് പറയുന്ന മനുഷ്യന് ഒരു ദൈവിക വാഗ്ദത്തം ലഭിച്ചിരുന്നു. എന്താണ്? ക്രിസ്തു എന്ന രക്ഷിതാവ് ലോകത്തിലേക്ക് വരുമ്പോൾ നീ യേശുവിനെ, ക്രിസ്തുവിനെ കണ്ടതിന് ശേഷമേ മരിക്കുകയുള്ളൂ എന്നുള്ളൊരു വാഗ്ദത്തം ദൈവം ഈ ശിമ്യോനായിരിക്കുന്ന ആ വൃദ്ധനായ മനുഷ്യന് കൊടുത്തിരുന്നു. അതനുസരിച്ച് അവൻ ക്രിസ്തുവിന്റെ വരവിനായി കാത്തിരുന്നു. അങ്ങനെ വരവിനായി കാത്തിരുന്നു. ഒരു ദിവസം യേശുവിനെ അമ്മയപ്പന്മാർ കൈകളിൽ ഏന്തി ദേവാലയത്തിൽ കൊണ്ടുവന്നു. അവനെ പ്രാർത്ഥിക്കുവാനായിട്ട് അവിടെ പുരോഹിതന്റെ കയ്യിൽ കൊണ്ടുവരുന്നതായ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിമ്യോനോട് പറയുകയാണ്. അകത്തിരുന്ന ശിമ്യോൻ വൃദ്ധനാണ്, 10, 80, 90 വയസ്സുള്ള മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, ശിമ്യോനെ എഴുന്നേൽക്ക്, നീ കാത്തിരുന്ന ക്രിസ്തു ഇതാ വന്നിരിക്കുന്നു. അവന്റെ അമ്മയപ്പന്മാർ അവനെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ശിമ്യോൻ ആത്മനിയോഗത്താൽ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ ചെന്നതായ സമയത്ത് യോസേഫും മറിയയും കുഞ്ഞുമായി വന്ന് നിൽക്കുക. ഈ കുഞ്ഞിനെ അവൻ കരങ്ങളിൽ വാങ്ങിച്ചു. ശിമ്യോൻ എന്ന് പറയുന്നതായ ഭക്തനായ മനുഷ്യൻ ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് അവനെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, നാഥാ, അടിയനെ സമാധാനത്തോടെ അയക്കണമേ. എന്നിട്ട് പറയുകയാണ്, നീ സകല ജാതികൾക്കും ഒരുക്കിയ നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറയുകയാണ്. അപ്പൊ സമാധാനത്തെ ആര് കണ്ടു? ശിമ്യോൻ കണ്ടു. ആരാ സമാധാനം? യേശുവ. പൈതലിനെ കണ്ടിട്ട് പറയാ, നാഥാ, എന്നെ ഇനി സമാധാനത്തോടെ പറഞ്ഞ്
നീ ഒരുക്കിയ സകല ജാതിക്കും ഒരുക്കിയ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ രക്ഷ കണ്ടവനാണ് സമാധാനം. ക്രിസ്തുയേശുവിനെ കണ്ടവനാണ് യഥാർത്ഥമായ സമാധാനം. ഇവിടെ പറയാണ് സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാനായിട്ട് ഇടയായിത്തീരണം. ഈ ആർക്കായി സമാധാനം ലഭിക്കുന്നേ? സങ്കീർത്തനം 119 സങ്കീർത്തനം 165 വാക്യം വായിക്കണം. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. അവിടെ പറയുകയാണ്, നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് സമാധാനം ഉണ്ട്. അപ്പൊ ഇവിടെ ദൈവം പറയാ, ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവന്, ദൈവത്തിന്റെ വചനത്തോട് പ്രിയമുള്ളവന് അവന് സമാധാനമുണ്ട് എന്ന് പറയുകയാണ്. യെശയ്യാ പ്രവചനം 26 വാക്യം വായിച്ചേ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പൊ അവിടെ പറയാണ്, സ്ഥിരമാനസൻ നിന്നിൽ പൂർണ്ണ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സ്ഥിരമാനസൻ, സ്ഥിരമായി ദൈവത്തോട് ബന്ധമുള്ളവൻ, നിരന്തരമായ ബന്ധമുള്ളവൻ, അവനെ കർത്താവ് പറയാ, ദൈവമായ ബന്ധമുള്ള സ്ഥിരമാനസനെ പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കും. ഹാനോക്ക് എന്ന് പറയുന്ന ആ മനുഷ്യനെ നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ ഒരു ഭക്തനാണ് ഹാനോക്ക്. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് താൻ 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. എങ്ങനെയാ ഹാനോക്ക് 300 വർഷം? ഒറ്റയ്ക്കൊന്നുമല്ല, തനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. തൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് അവൻ 300 വർഷക്കാലം ദൈവത്തോട് കൂടെ നടന്നു. അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാണ്ടാണോ? അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അവനും ആ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ടവനാണ്. അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് തൻ്റെ ഫാമിലിയോട് ഒന്നിച്ച് ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറഞ്ഞാൽ ഹാനോക്ക് ദൈവത്തോട് സ്ഥിരമാനസനായിരുന്നു, സ്ഥിരമായ ദൈവിക ബന്ധം നിലനിർത്തിയവനായിരുന്നു. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, സ്ഥിരമാനസന് ദൈവം പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ദൈവത്തിനുള്ള പൂർണ്ണമായ ആശ്രയത്തെയാണ് അത് കാണിക്കുന്നത്. പിന്നെ ആർക്കാണ് ദൈവത്തിന്റെ സമാധാനം ലഭിക്കുന്നത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം 2 വാക്യം വായിച്ച്. അവിടെ പറയുന്നത് എന്താണ്? അവിടെ ദൈവത്തിന്റെ വചനം പറയാം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അപ്പൊ ആർക്കാ സമാധാനം ലഭിക്കുന്നേ? ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ലഭിക്കും. ദൈവപ്രസാദമുള്ള ആളുകൾ അതിനെന്ത് ചെയ്യണം? ദൈവപ്രസാദമുള്ള ആളുകൾ അവർക്കാണ് സമാധാനം എന്ന് മനസ്സിലായി. എന്ത് ചെയ്യണം? കൊലോസ്യർ 1:10 വായിച്ചേ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം എന്നും സകല സൽപ്രവർത്തികളിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും. അപ്പൊ ആർക്കാണ്? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. അപ്പൊ ആർക്കാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്? കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്നവർക്ക്. ആർക്കാണ് ദൈവപ്രസാദം? മത്തായി 9:13 വായിച്ചേ. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. യാഗത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്, പിന്നെ ദൈവം പ്രസാദിക്കുന്നതോ കരുണയിലാണ്. കരുണ കാണിക്കുന്നതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇനി ആർക്കാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്? എബ്രായലേഖനം 11:6 വായിച്ചേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പൊ പറയുകയാണ്, ആർക്കാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്? വിശ്വസിക്കുന്നവന്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പം ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഒരു വിശ്വാസി നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ സമാധാനം വാഴണം. ഈ ദിവസങ്ങൾ അങ്ങനെ ഉണ്ടോ? ജീവിത ഭാരങ്ങളൊക്കെ നമ്മളെ ഇടറി വീഴിക്കുവാൻ സാഹചര്യം ഉണ്ടാകരുത്. ക്രിസ്തുവിന്റെ സമാധാനം വാഴണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ വിട്ടുകൊള്ളുവിൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ആകുലപ്പെട്ടാലും ആകുലപ്പെട്ടില്ലെങ്കിലും നമ്മൾ അതിനെ ഓവർകം ചെയ്യും. ഇന്നത്തെ സൂര്യൻ അസ്തമിക്കും, നാളെ പുതിയതൊന്ന് ഉദിക്കും. അസ്തമിച്ചു പോവല്ല, നാളെ പുതിയ സൂര്യൻ ഉദിക്കും. കർത്താവിൽ ആശ്രയം വയ്ക്കുവാൻ, കർത്താവിൽ ശരണം വയ്ക്കുവാൻ, കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുവാൻ നമുക്കിടയായിത്തീരണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ആരാധിച്ചാൽ നീ ദൈവത്തിന്റെ വിടുതൽ കാണും. ആശ്രയിച്ചാൽ നീ ദൈവത്തിന്റെ കരുതല് കാണും. ഒന്ന്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. രണ്ടാമത്തെ ചിന്ത, കൊലോസ്യർ 3:16 വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
നിങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ വചനം വസിക്കണം. തേനിലും തേങ്കട്ടയിലും മാധുര്യമുള്ളതാ വചനം. വചനത്തെ സ്നേഹിക്കണം. കർത്താവിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. എന്നെ വഴി നടത്തുന്ന, എനിക്ക് ആലോചന പറഞ്ഞു തരുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. ഈ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. എന്തിനാ ഈ വചനം ഹൃദയങ്ങളിൽ വസിക്കുന്നേ? 1 തിമോത്തി 1:15 എടുത്തേ. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പൊ എന്താണ് ഈ വചനം? സത്യം വെളിപ്പെടുത്തുന്ന വചനമാണ്. എന്താണ് സത്യം? ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പൊ സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ് കർത്താവിന്റെ വചനം. എന്തിനാണ് വചനം ഹൃദയത്തിൽ വസിക്കണമെന്ന് പറഞ്ഞത്? സങ്കീർത്തനം 119:50 വായിച്ചേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നിന്റെ വചനമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. മാത്രമല്ല, നിന്റെ വചനം എൻ്റെ കഷ്ടത്തിൽ എനിക്ക് ആശ്വാസം തരുന്നതാണ്. ദൈവത്തിന്റെ വചനം ആശ്വാസം തരും. മാത്രമല്ല, ദൈവത്തിന്റെ വചനമാണ് നമ്മെ ജീവിപ്പിച്ചത്. പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെയായിരുന്നു: കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, നിലനിൽക്കുന്നതാണ്, കെടാത്തതാണ്. അത് വീണ്ടും ജനിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. 119:11 വായിച്ചേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ വചനം എവിടെ വസിക്കണം? ഹൃദയത്തില് വസിക്കണം. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് ഇടയായിത്തീരണം. ഒരിക്കലും ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? പുറപ്പാട് പുസ്തകം 32:32 വായിച്ചേ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. ഒന്നുകിൽ നീ ഒരു കാര്യം ചെയ്യണം, ഇവരുടെ പാപം ക്ഷമിക്കണം. ഇനി പാപം ക്ഷമിച്ചില്ലേ എന്ത് സംഭവിക്കും? നിന്റെ പുസ്തകത്തിൽ നിന്ന് നീ പേര് മായ്ച്ചുകളെ. ഈ രണ്ടിലൊന്നും ഉറപ്പാണ്. ഇവിടെയാണ് വെളിപ്പാട് 20:15 വായിക്കേണ്ടത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതാ കാണാത്തവൻ ആരാ? അപ്പുറം പറഞ്ഞു ദൈവം, പാപം ചെയ്യുന്നവൻ. പുറപ്പാടി പറഞ്ഞ എന്താ? പാപം ചെയ്യുന്നവന്റെ പേര് പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഇവിടെ പറയുകയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. 2, ദൈവത്തിന്റെ വചനം വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. 3-ാമത്തെ കാര്യം, കൊലോസ്യ ലേഖനം 1:27. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കണം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഓരോ വിശ്വാസിയുടെയും ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിനെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തു? സ്വീകരിച്ചു. ഇപ്പം ചോദിക്കുകയാണ്, ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ടോ? നമുക്ക് ഒരു പരിശോധന ആവശ്യമാണ്. ഇവിടെ പറയുകയാണ്, ഒരു വിശ്വാസിയുടെ ഉള്ളിൽ ഹൃദയത്തില് ക്രിസ്തു വസിക്കുവാനായിട്ട് ഇടയായിത്തീരണം. എഫേസ്യ ലേഖനം 3-ാം വാക്യം എങ്ങനെ വസിക്കണമെന്ന് പറയുക അവിടെ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കണമെന്ന് പറയുമ്പോൾ അത് എങ്ങനെ വസിക്കണം? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ഈ പഴയ നിയമത്തിൽ എവിടെ ക്രിസ്തു വസിച്ചേ? കൂടാരത്തിൽ. പഴയ നിയമത്തിൽ എവിടെ ദൈവത്തെ കണ്ടു? ദൈവം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാലും അതാരാ? ക്രിസ്തു. യേശയ്യാവ് പറഞ്ഞില്ലേ, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടത് യഹോവയായ ദൈവത്തെ, പിതാവിനെ അല്ല. പിന്നെ ആരെയാ കണ്ടേ? ക്രിസ്തുവിനെ. പഴയ നിയമത്തില് എവിടാ വസിച്ചത്? പുറപ്പാട് 25:8. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അപ്പൊ പഴയ നിയമത്തില് കർത്താവ് പറയുകയാണ്, ഞാൻ അവരുടെ ഇടയിൽ വസിക്കുവാൻ അവർ എനിക്കൊരു തിരുനിവാസം ഉണ്ടാക്കണം, ഒരു കൂടാരം ഉണ്ടാക്കണം. അപ്പൊ പഴയ നിയമത്തില് ദൈവം വസിച്ചു മനുഷ്യരുടെ നടുവിൽ. അത് തിരുനിവാസം, സമാഗമന കൂടാരത്തിലാണ് ദൈവം വസിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവം അവരുടെ നടുവിൽ വസിച്ചിട്ടും അവർ ദൈവത്തോട് കലഹിച്ചു. ദൈവം അവരുടെ നടുവിൽ വസിച്ചിട്ടും അവർ ദൈവത്തോട് പിറുപിറുത്തു. 30 ലക്ഷം ആളുകളാണ് അക്കാരണത്താൽ മരുഭൂമിയിൽ പട്ടുപോയത്. ഒരുത്തരും കനാലിൽ ആ കൂട്ടത്തിൽ കയറിയില്ല, ജോഷുവയും കാലേബും ഒഴിച്ച്. ബാക്കി 30 ലക്ഷത്തെയും ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. കാരണം ദൈവം അവരുടെ നടുവിൽ വസിച്ചിട്ടും അവർ ദൈവത്തോട് കലഹിച്ചു, അവർ പിറുപിറുത്തു എന്ന് നമ്മൾ കാണുകയാണ്. ഇതേ ദൈവം ഇപ്പൊ എവിടെയാ വസിക്കുന്നേ?
ആ ഹൃദയങ്ങളിൽ നടുവിലുണ്ട്. സഭ കൂടി വരുമ്പോൾ സഭയുടെ നടുവില് കർത്താവ് വരും. അത് ഒരു സ്പെഷ്യൽ ആഗമനമാണ്. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകൊച്ച കെട്ടിയവനായി വെള്ളോട് സദൃശമായ കാലുള്ള അഗ്നിജാലക്കത്തെ കണ്ടുള്ള പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള ആ യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ ആ വേരുമായവൻ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ, നിലവിളക്കുകളുടെ നടുവിൽ ഉലാത്തുന്നവൻ. നിലവിളക്ക് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? സഭകളെ. സഭയുടെ നടുവിൽ എഴുന്നള്ളുന്നവനാണ്. പക്ഷേ അന്ന് സമാഗമന കൂടാരത്തിൽ വസിച്ചവൻ ഇന്ന് കാൽവരി ക്രൂശിൽ ആ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടാക്കിയത് വഴി, മനുഷ്യവർഗത്തിന്റെ നമ്മുടെ പാപങ്ങൾക്ക് ക്രൂശിൽ പരിഹാരം വരുത്തിയത് വഴി ദൈവത്തോടുള്ള ബന്ധം നമുക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇപ്പോൾ നിങ്ങളിൽ വസിക്കണം. അതെങ്ങനെ വസിക്കണം? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. കൊലോസ്യർ 1:27 ഒന്ന് മടങ്ങി വന്നേ. അവരോട് ജാതികളുടെ ഇടയിൽ, വായിച്ച മക്കളെ, ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ഏതാ മർമ്മം? ആ മർമ്മം ആരാ? ക്രിസ്തുവാണ്. നമ്മുടെ കർത്താവിന്റെ സ്മാരക പദാർത്ഥം മേശ, അപ്പവും ആ പാനപാത്രം വെക്കുന്ന മേശ, അതൊരു മർമ്മമാണ്, മിസ്റ്ററിയാണ്. നമ്മുടെ രക്ഷയുടെ നിദാനം അതാണ്. നമ്മുടെ അടിസ്ഥാന രക്ഷ അവിടെയാണ്. നമ്മുടെ വീണ്ടെടുപ്പ് അതിനെ ആധാരമാക്കിയ കർത്താവിന്റെ പാവപരിഹാര ബലിയില ക്രിസ്തു ആണ് മർമ്മം. അവിടെ പാട്ടുകാരൻ വേദത്തിൻ കാതലാണ് അവൻ. അവിടെ എന്താ പറഞ്ഞ? അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ, ആ മർമ്മം ക്രിസ്തുവാ, മഹിമാധനം ഇന്നതെന്ന്. എന്തോ ഈ മഹിമാധനം? ക്രിസ്തുവാണ് മർമ്മം. ആ മർമ്മത്തിന്റെ മഹിമാധനം എന്നാണ്? അവന്റെ മർമ്മത്തിന്റെ മഹിമാധനം എന്ന് പറഞ്ഞാൽ അവൻ വചനമെന്ന ശാസ്ത്രത്തിൽ ലോഗോസ് ആണ്. അവൻ ഭാഷാശാസ്ത്രത്തിൽ ആൽഫയും ഒമേഗയുമാണ്. അവൻ ജീവശാസ്ത്രത്തിൽ നിത്യജീവനാണ്. അവൻ അഗ്നിശാസ്ത്രത്തിൽ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ തച്ചുശാസ്ത്രത്തിൽ മൂലക്കല്ലും ആണിക്കല്ലുമാണ്. അവൻ വാനശാസ്ത്രത്തിൽ അവൻ നീതിസൂര്യനാണ്. അവൻ ജ്യോതിശാസ്ത്രത്തിൽ ഉദയനക്ഷത്രമാണ്. അവൻ ശിലാശാസ്ത്രത്തിൽ യുഗങ്ങളുടെ പാറയാണ്. അവൻ മനഃശാസ്ത്രത്തിൽ അവൻ ആശ്വാസപ്രദനാണ്. അവൻ ശരീരശാസ്ത്രത്തിൽ അവൻ സഭയുടെ ശിരസ്സാണ്. അവൻ സസ്യശാസ്ത്രത്തിൽ ഷാരോനിലെ പനിനീർ പുഷ്പവും മുന്തിരിവള്ളിയും താഴ്വരയിലെ താമരയുമാണ്. അവൻ ജന്തുശാസ്ത്രത്തിൽ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. അവൻ ദൈവശാസ്ത്രത്തിൽ ദൈവാദിദൈവമാണ്. അതാണ് ക്രിസ്തുവിന്റെ മർമ്മം. അവന്റെ മർമ്മത്തിന്റെ മഹിമാധനം. മനസ്സിലാവുന്നോ? ഇവിടെ പറയുകയാണ്, അപ്പസ്തലൻ പറയുകയാണ്, ആ മർമ്മം ക്രിസ്തുവാണ്. ആ മർമ്മത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് കൊലോസ്യ സഭ അറിയണമെന്ന് പറയുക. എന്നിട്ട് പറയാ, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ആ ക്രിസ്തുവാണ് നിങ്ങളിൽ വസിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5:5 വായിച്ചേ. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കൂടെയുള്ളവൻ ആരാ? നമ്മുടെ അകത്ത് വസിക്കുന്നവൻ തോറ്റവനല്ല, അവൻ നമ്മുടെ അകത്ത് വസിക്കുന്നവൻ ജയിച്ചവനാണ്. അതിനോട് പറയുക അല്ലെ, പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര ഒട്ടിപ്പാനും കുഞ്ഞാട് യോഗ്യനായ ഒരുത്തനുണ്ട് നമ്മുടെ അടുക്കൽ അല്ലെ. സ്നാപയോന പറഞ്ഞെന്താ? ഞാൻ യോഗ്യനല്ല, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറയുകയാണ്. ഇവിടെ ദൂതൻ പറയുകയാണ്, അവൻ യോഗ്യനാണ്. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും കുഞ്ഞാട് യോഗ്യനാണ്. എന്താ അവന്റെ യോഗ്യത? അവൻ ജയിച്ചവനാണ്. അവൻ ജയിച്ചു. 3 കാര്യങ്ങൾ വിശ്വാസത്തിനുള്ളിൽ വസിക്കണം. 1, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ ഹൃദയങ്ങളിൽ വസിക്കണം. 2 പറഞ്ഞു, ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. 3, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. എങ്ങനെ വസിക്കണം? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കണം.